KSRTCക്ക് വേണ്ടി 5000 പുതിയ ബസ്സുകൾ പണച്ചിലവില്ലാതെ ലഭ്യമാക്കാൻ ഗതാഗത വകുപ്പ് പദ്ധതി തയ്യാറാക്കി. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, സ്വകാര്യ കമ്പനികൾ, വ്യക്തികൾ, ഗ്രൂപ്പുകൾ തുടങ്ങിയവരിൽ നിന്നാണ് ബസ് ലഭ്യമാക്കുക. ഒന്നിന്റെയും വില പൂർണ്ണമായും ഒരു സ്ഥാപനമോ വ്യക്തിയോ നൽകണമെന്നില്ല. ജനപ്രതിനിധികൾ ഉൾപ്പെട്ട കമ്മിറ്റികൾ ഇതിനായി പ്രവർത്തിക്കും. കമ്പനികൾക്ക് അവരുടെ പരസ്യങ്ങൾ ബസ്സിനകത്തും പുറത്തും പതിക്കാം. ബസ് ഡിസൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കമ്പനികളുടെ താൽപര്യം കൂടി പരിഗണിക്കും. വ്യക്തികൾക്ക് പ്രിയപ്പെട്ടവരുടെ സ്മരണ നിലനിർത്താൻ ഉൾപ്പെടെ ബസ്സിനെ ഉപയോഗിക്കാം. പ്രിയപ്പെട്ടവരുടെ പേരും ചിത്രവും ബസ്സിൽ പതിക്കാനാകും. ബസ് ലഭ്യമാക്കുന്നവരുടെ താൽപര്യത്തിനനുസരിച്ച് ഓർഡിനറിയായോ സൂപ്പർ ക്ലാസ് സർവീസായോ ഓടിക്കാനാകും. ഇതിലൂടെ സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി കൂടുതൽ വിപുലീകരിക്കാനാകുമെന്നാണ് സർക്കാർ കണക്കാക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ 5000 ബസ്സുകൾ എന്ന ലക്ഷ്യം നേടാനാകുമെന്നാണ് ഗതാഗത വകുപ്പിന്റെ കണക്കുകൂട്ടൽ. അതേസമയം കേരളത്തിൽ UDF സർക്കാർ നടപ്പിലാക്കുന്ന പ്രിയദർശിനി സൗജന്യയാത്രയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് KSRTC. ജൂൺ 15 രാവിലെ 8:30 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ശേഷം രാവിലെ 9 മണി മുതൽ സീറോ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും. അതിനു മുൻപ് ബസ്സിൽ കയറുന്നവർക്ക് സൗജന്യം ലഭ്യമല്ല. സ്ത്രീകൾക്ക് സൗജന്യമുള്ള ഓർഡിനറി ബസ്സുകൾ തിരിച്ചറിയുവാൻ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകുമെന്നും അറിയിപ്പുണ്ട്. KSRTCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. നാളെ മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്രാ സൗകര്യം ലഭ്യമാകും. ടിക്കറ്റ് എടുക്കാത്തവരിൽ നിന്ന് 500 രൂപ പിഴ ഈടാക്കുമെന്ന മുന്നറിയിപ്പും KSRTC നൽകിയിട്ടുണ്ട്. ഓർഡിനറിയിൽ 7 വിഭാഗങ്ങളിലാണ് സൗജന്യ യാത്ര ലഭിക്കുക. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർസ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി എന്നീ വിഭാഗങ്ങളിലായാണ് സൗജന്യയാത്ര അനുവദിച്ചിരിക്കുന്നത്. 65 മുതൽ 70 കോടി രൂപ മാസം വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. 7 കോടി രൂപയാണ് KSRTCയുടെ ഇപ്പോഴത്തെ പ്രതിദിന വരുമാനം. പുതിയ സൗജന്യയാത്രാ പദ്ധതി KSRTCയുടെ സ്വന്തം പദ്ധതിയല്ലെന്നും UDF സർക്കാരിന്റെ കൃത്യമായ ക്ഷേമപ്രവർത്തനമാണെന്നും ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ വ്യക്തമാക്കിയിരുന്നു. പദ്ധതി തട്ടിപ്പെന്നാണ് CPMന്റെ ആക്ഷേപം. CPM ജനപ്രതിനിധികൾ പരിപാടി ബഹിഷ്കരിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സ്ത്രീ സൗജന്യയാത്രാ പദ്ധതിയിലെ CPM ബഹിഷ്കരണത്തെ ഗതാഗത മന്ത്രി പരിഹസിച്ചു. CPMന്റെ ബഹിഷ്കരണം ചരിത്രപരമായ വിഡ്ഢിത്തമാവരുത്. പദ്ധതി ബഹിഷ്കരിക്കരുതെന്നും ബഹിഷ്കരിച്ചാൽ അവർക്ക് ബസ് മിസ്സാകുമെന്നും CP ജോൺ വ്യക്തമാക്കി. സംസ്ഥാനത്തെ സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും പൊതു ഇടങ്ങളിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ലളിതവും സാർവത്രികവുമായ രീതിയിലാണ് പ്രിയദർശിനി വിഭാവനം ചെയ്തിരിക്കുന്നത്. വരുമാന പരിധിയോ മറ്റ് സാമൂഹിക മാനദണ്ഡമോ ഇല്ലാതെ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ഈ ആനുകൂല്യം ലഭിക്കും. യാതൊരുവിധ മുൻകൂർ രജിസ്ട്രേഷനോ പ്രത്യേക കാർഡുകളോ ഇതിനായി ആവശ്യമില്ല എന്നതും പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കുന്നു. സംസ്ഥാനത്തുടനീളമുള്ള 3125 KSRTC ഓർഡിനറി ബസ്സുകളിലാണ് ആദ്യഘട്ടത്തിൽ സൗജന്യയാത്ര അനുവദിക്കുന്നത്. സ്ത്രീകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയുന്നതിനായി പദ്ധതി ലഭ്യമാക്കുന്ന ബസ്സുകളുടെ മുൻവശത്തും വാതിലുകൾക്ക് സമീപവും പ്രിയദർശിനി എന്ന വലിയ സ്റ്റിക്കറുകൾ പതിക്കുന്ന ജോലി ഡിപ്പോകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. സാധാരണക്കാരായ യാത്രക്കാർക്ക് KSRTC ബസ്സുകളെ കൂടുതൽ ആശ്രയിക്കാനും തിരിച്ചറിയാനും ഈ സ്റ്റിക്കറുകൾ സഹായിക്കും. സൗജന്യ യാത്രാ പദ്ധതി വഴി KSRTCക്കുണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത പൂർണ്ണമായും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. കോർപ്പറേഷന്റെ ദൈനംദിന ചെലവുകളെ ബാധിക്കാത്ത രീതിയിൽ സുഗമമായ ക്യാഷ് ട്രാൻസ്ഫർ സംവിധാനം സർക്കാർ ഒരുക്കും. കൂടാതെ പദ്ധതിയുടെ വിജയം ഉറപ്പാക്കാൻ പരസ്യങ്ങൾ ഉൾപ്പെടെയുള്ള ടിക്കറ്റ് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും KSRTC സ്വീകരിക്കുന്നുണ്ട്. പൊതുഗതാഗത ശൃംഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്കുള്ള ഈ അവകാശം സർക്കാർ ഉറപ്പാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.